എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഞാൻ ഡോക്ടർ സുമതി അച്യുതൻ. നിങ്ങൾക്ക് ഏവർക്കും അറിയാമായിരിക്കും, ഞാനൊരു അധ്യാപികയായിരുന്നു. ഇപ്പോഴും അധ്യാപന ജീവിതം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു 1978 തുടങ്ങിയ ഈ അധ്യാപന ജീവിതം ഇന്ത്യക്കകത്തും പുറത്തും ഒക്കെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അവസാനം 98 ഞാൻ ഇവിടെ കേരളത്തിൽ കൊടുങ്ങല്ലൂർക്ക് എത്തി. അതിനു മുമ്പ് ഞാൻ ഡൽഹി, അസം, ഒറീസ, അതുകൂടാതെ പുറമേലേക്ക് ചൈനയിൽ ബെയ്ജിങ്ങിൽ ഇന്ത്യൻ എംബസി സ്കൂളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ തുടർച്ചയായിട്ട് 78 മുതൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഞാൻ എൻ്റെ അവസാന റിട്ടയർമെൻറ്റിന് മുമ്പ് അവസാന 12 വർഷം ഞാൻ പ്രിൻസിപ്പലായിട്ട് ഇവിടെ ഒരു സീനിയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പലായിട്ടിരുന്നിട്ടുണ്ട്. അവിടെ നിന്നാണ് ഞാൻ 2017 റിട്ടയർമെൻറ്റായി. പിന്നെ ഒരു 2-3 മാസം വെറുതെ ഇരുന്നു എന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു സെക്കൻഡറി CBSE സ്കൂളിൽ ഞാൻ ഡയറക്ടറായിട്ട് ഇരുന്നിരുന്നു. കുറച്ചും കൂടി ചുമതലയില്ല, പഠിപ്പിക്കേണ്ട, പക്ഷേ ചുമതലയുള്ള ഉദ്യോഗമായിരുന്നു. ഇപ്പോൾ ഒരു 1.5 വർഷമായിട്ട് ഞാൻ കൊടുങ്ങല്ലൂർ ഭാരതീയ വിദ്യാഭവൻ സ്കൂളിൽ ഞാൻ സെക്രട്ടറി ആയിട്ട് ഇരിക്കുകയാണ്. ഇതിനു മുമ്പ് ഞാൻ ഡൽഹിയിൽ നിന്ന് വന്നപ്പോൾ ഭാരതീയ വിദ്യാഭവനിൽ ഞാനൊരു അധ്യാപികയായിട്ട് ഒരു 2-3 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും ഒരു അഭിമാന നിമിഷമാണ് അവിടെ ഒരു അധ്യാപികയായിരുന്നിടത്ത് ഞാൻ സെക്രട്ടറി ആയിട്ട് വന്നു. പിന്നെ അധ്യാപനം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു പാഷനാണ് അധ്യാപിക എന്ന് പറയുന്നത്. ഇപ്പോഴും ഞാൻ കുട്ടികളുടെ പോലെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പല കുട്ടികളായിട്ട് പെരുമാറുമ്പോൾ നമ്മൾ പലതും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഞാൻ ഒരു അധ്യാപികയെ പോലെയല്ല, ഒരു സ്റ്റുഡൻറ്റിനെ പോലെയാണ് കുട്ടികളിൽ നിന്നും ടീച്ചേഴ്സിൽ നിന്നും ഓരോന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 45 വർഷത്തോളം എക്സ്പീരിയൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ 45 വർഷത്തെ എൻ്റെ അധ്യാപന ജീവിതത്തിൽ ഏറ്റവും ചില നല്ല നിമിഷങ്ങളാണ്. എൻ്റെ സ്തുത്യ സേവനത്തിന് എനിക്ക് കിട്ടിയ ചില അവാർഡ്സ് ഉണ്ട്. അതിൽ ആദ്യമായിട്ട് എനിക്ക് കിട്ടിയത് 2016 ഹൈലി ഇഫക്റ്റീവ് പ്രിൻസിപ്പൽ എന്നുള്ളൊരു അവാർഡ് എനിക്ക് ലഭിച്ചിരുന്നു. ഇതെല്ലാം നാഷണൽ ലെവൽ അവാർഡാണ് കേട്ടോ. പിന്നെ 2021 വിഷണറി ലീഡർ, എൻ്റെ വിഷനും എൻ്റെ ചിന്താഗതിയും ഒക്കെ കണ്ട് അത് അപ്രീഷിയേറ്റ് ചെയ്ത് എനിക്ക് കിട്ടിയ അവാർഡാണ് ഈ ഇരിക്കുന്നത്. പിന്നെ ഏറ്റവും അഭിമാനം എനിക്ക് തോന്നിയ നിമിഷങ്ങളാണ് ഇൻ്റർനാഷണൽ ലെവലിൽ എനിക്ക് ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ്, ഇവിടെ കാണാം, ഗ്ലോബൽ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ്. ഇത് ഇൻ്റർനാഷണൽ ലെവലിലായിരുന്നു, ഓൾ ഇന്ത്യ ലെവൽ മാത്രമല്ല, എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള ഇതിൽ അങ്ങനെ 2 പേർക്കാണ് ഈ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് കിട്ടിയത്. ഒന്ന് എനിക്കാണ്, ഒന്ന് ഒരു വേറെ ഒരു സ്കൂൾ തമിഴ്നാട്ടിലെ ഒരു സ്ത്രീക്കാണ് കിട്ടിയത്. അപ്പോൾ ഇതെല്ലാം ഈ കൊടുങ്ങല്ലൂർ കൊച്ചു കേരളത്തിലെ കൊച്ചു കൊടുങ്ങല്ലൂർ സാധാരണ സ്കൂളിൽ പഠിച്ചു വളർന്ന എനിക്ക് ഇങ്ങനെ എൻ്റെ കരിയറിലും എൻ്റെ ജീവിതത്തിലും ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷം നൽകിയ നിമിഷങ്ങളിലൊന്നായിരുന്നു ഇതെല്ലാം. 2017 ഞാൻ റിട്ടയറായി എന്ന് പറഞ്ഞുവല്ലോ. അത് എനിക്ക് സമ്മാനിച്ചത് എൻ്റെ കുറേ ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. കാരണം കുറേ വർഷങ്ങൾ ജോലി ചെയ്തിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വീട്ടിലിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് എൻ്റെ മനസ്സുകൊണ്ട് എനിക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇങ്ങനെ മനസ്സിൽ ഓരോ വിചാരങ്ങൾ വന്നു, ഞാനതൊക്കെ കുത്തിക്കുറിച്ചിട്ടു. പിന്നെ അതിനെ എഴുതി വന്നപ്പോൾ ഒരു കവിതാരൂപമായിട്ട് എനിക്ക് തോന്നി, മറ്റുള്ളവർക്ക് തോന്നുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ എൻ്റെ ആ വിരസമായ ഉറക്കമില്ലാത്ത രാത്രികളെ ഉറക്കമുള്ള രാത്രികളാക്കി മാറ്റി. ഞാനൊരു 4 കവിതാ ബുക്ക് പ്രസിദ്ധീകരിച്ചു. പിന്നെ ഒരു കോട്ടബിൾ കോട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കൊട്ടേഷൻസ് അത് കമ്പൈൽ ചെയ്ത് അത് ചെയ്തു. ഞാൻ ആ കവിതാ ബുക്കുകളൊക്കെ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അതിൽ എൻ്റെ മനസ്സിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആദ്യത്തെ ബുക്ക് കുറേ പൂമ്പാറ്റകൾ പറക്കുന്ന ബുക്കാണ്, മനസ്സ് പറഞ്ഞത്. എൻ്റെ മനസ്സ് പറഞ്ഞ വാക്കുകളൊക്കെ കൂട്ടിച്ചേർത്ത് ഒരു കവിതാ രൂപത്തിലാക്കിയ ബുക്കാണ്. രണ്ടാമത്തെ ബുക്കായപ്പോഴേക്കും ഞാൻ ആർദ്ര മനസ്സ് എന്നുള്ള ബുക്കായിരുന്നു. മൂന്നാമത്തത് മനസ്സ്, എല്ലാം മനസ്സിനെ ചുറ്റിപ്പറ്റിയുള്ള ബുക്കുകളുടെ പേരായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും കുറേശ്ശെ എൻ്റെ മനസ്സ് മാറിത്തുടങ്ങി. ഞാൻ കുറച്ച് കളർഫുള്ളായി, കുറച്ച് ലൈവ്ലിയായി. അപ്പോൾ എനിക്ക് സന്തോഷം തരുന്ന കളേഴ്സൊക്കെ ആയി തുടങ്ങി. ഇതിപ്പോൾ ഓട്ടം
അതിൻ്റേതാണ്. അപ്പോൾ അതും വന്നു. പിന്നെ ഞാൻ ഈ കോട്ടബിൾ കോട്ട്സ് എന്നുള്ള ബുക്ക് ചെയ്തിരുന്നു. 2020 ഞാൻ ഏറെ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അത് 2020 ഞാൻ യാത്രാ വിവരണങ്ങൾ എഴുതി. എല്ലാവർക്കും അത് അറിവ് കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം എല്ലാവർക്കും ചിലപ്പോൾ പോകാൻ പറ്റിയെന്ന് വരില്ല. ചിലവർക്ക് ഇത് വായിച്ച് പ്രചോദനം ഉൾക്കൊണ്ട് അവർക്ക് പോകാൻ തോന്നും. അങ്ങനെ എൻ്റെ ആദ്യ യാത്രാ വിവരണ ബുക്ക് കാണാ കാഴ്ചകൾ തേടി ദേശാന്തരങ്ങളിലൂടെ എന്നുള്ളത്. അത് നല്ല ഒരു ഇതായിരുന്നു. അതും എഗെയിൻ മലയാളത്തിലും പിന്നെ ഇംഗ്ലീഷിലുമായിട്ടാണ് എഴുതിയിരുന്നത്. ഇപ്പോൾ ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു ബുക്ക്, യാത്രാ വിവരണ ബുക്കിൻ്റെ സെക്കൻഡ് പാർട്ട്, അതിൽ യാത്രാ വിവരണവും ഐതിഹ്യങ്ങളും കുറച്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് സഞ്ചാര സൗഭാഗ്യങ്ങളിലൂടെ. അത് ഈ നവംബർ നടക്കുന്ന ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ എനിക്കൊരവസരം ലഭിച്ചിട്ടുണ്ട്. അന്ന് ഈ ബുക്ക് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ സന്തോഷപൂർവ്വം ഞാനത് പ്രകാശനം ചെയ്യും. ഞാൻ പോവുകയാണ് ദുബായിലേക്ക് അതിന് വേണ്ടിയിട്ട്. ഏറ്റവും സന്തോഷം നൽകിയ നിമിഷങ്ങളിൽ ഒന്നാണ് ഈ യാത്രയും ഈ പ്രകാശനവും. ഈ എഴുത്തും പഠിപ്പിക്കലും ഒന്നും കൂടാതെ എനിക്കൊരു ചെറിയ ഹോബിയും കൂടി ഉണ്ട്. ചെറിയ തോതിലൊരു പെയിൻറ്റിങ് ചെയ്യലുണ്ട്. ഞാൻ പല വിധത്തിലുള്ള ഒന്നും പഠിച്ചിട്ട് ആധികാരികമായിട്ട് ഞാനൊന്നും പഠിച്ചിട്ടില്ല. ഒരു ഇൻട്രസ്റ്റോടുകൂടി ഞാൻ ചെയ്യുന്നതാണ്. ഞാൻ ക്യാൻവസ് പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കിവിടെ കാണാം, ഞാൻ മ്യൂറൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഗ്ലാസ് പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്, ബോട്ടിൽ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്, ക്ലോത്ത് പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ഒരു ഹോബിയുടെ പേരിൽ ചെയ്യുന്നതാണ്. ഞാൻ വീണ്ടും അങ്ങനെ പെർഫെക്ഷനൊക്കെ വേണമെങ്കിൽ ഇത്തിരി കുറവായിരിക്കാം, പക്ഷേ എനിക്കതിനൊക്കെ വളരെയധികം ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ പെയിൻറ്റിങ് മേഖലകളും ഞാനൊന്ന് തൊട്ട് നോക്കിയിട്ട് പോയിട്ടുണ്ട്. ഇതെല്ലാമാണ് എൻ്റെ ജീവിതത്തെ വിരസതയിൽ നിന്ന് ഈ യാത്രകളും ഈ പെയിൻറ്റിങ്ങും വായനകളും എഴുത്തും എല്ലാം എൻ്റെ വിരസ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാക്കി. അപ്പോൾ ഞാൻ അതിനെ, ആ ഒരു ലൈഫിനെ തികച്ചും സന്തോഷത്തോടു കൂടി സ്വീകരിച്ചിരിക്കുകയാണ്. പിന്നെ എല്ലാം എൻ്റെ കരിയറായാലും ജീവിതത്തിലായാലും എല്ലാം എനിക്ക് ദൈവത്തിൻ്റെ ഒരു തലോടൽ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ എൻ്റെ ഫാമിലി മെമ്പേഴ്സ്, എൻ്റെ ഹസ്ബൻഡ്, മകൻ, എൻ്റെ മറ്റ് ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും എനിക്ക് നല്ല പ്രോത്സാഹനം തരുന്നുണ്ട്. ഫാമിലി മെമ്പേഴ്സ് മാത്രമല്ല കേട്ടോ, എൻ്റെ ഫ്രണ്ട്സും ഉണ്ട്. ചില നല്ല ഫ്രണ്ട്സ്, നല്ല എന്താ പറയുക, നല്ല സ്നേഹമുള്ള ചില ഫ്രണ്ട്സ് എനിക്ക് ഇഷ്ടം പോലെ പ്രോത്സാഹനം തരുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ മുന്നേറാൻ ഏറെ സഹായിച്ച എല്ലാവരോടും ഞാൻ കടപ്പെട്ടിരിക്കണം. പ്രത്യേകിച്ച് ഈശ്വരനോട് കടപ്പെട്ടിരിക്കുക. എനിക്ക് ഇതൊക്കെ ചെയ്യാനൊരു അവസരം നൽകി അതിനെ ഞാൻ പറഞ്ഞില്ലേ, കരുതലോടെ എന്നെ കൊണ്ട് നടന്നിട്ടുണ്ട്. നമുക്കൊക്കെ എല്ലാവർക്കും ഓരോ വിഷമങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതിൽ നിന്നൊക്കെ നമ്മളുടെ മനസ്സിൻ്റെ ഒരു ധൈര്യം കൊണ്ട് നമുക്ക് മുന്നേറാൻ കഴിയും. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയുന്നത്, എല്ലാവരും ജീവിതത്തിൽ അവനവനതായ കഴിവുകൾ മുന്നോട്ടെടുത്ത്, നാണിച്ചിരിക്കാണ്ട് മുന്നോട്ടെടുത്ത് നല്ലതായ രീതിയിൽ നമ്മളെല്ലാവരും മുന്നോട്ട് പോകാൻ ഈശ്വരൻ നമ്മളെ വേണ്ടുവോളം അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.